നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും നെറ്റോസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മകളിൽ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുകെയിലെ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തിയോ, ഡിപെൻഡന്റ് വിസയിൽ മാറ്റങ്ങൾ വരുത്തിയോ, ഇവിടുത്തെ PR കിട്ടേണ്ട റിക്വയർമെന്റ്സിൽ മാറ്റങ്ങൾ വരുത്തിയോ, ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഇന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയില്ല, പക്ഷേ ഇന്ന് ഒരുപാട് പേരാണ് അത് മെസ്സേജ് അയച്ചത്. അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ട് പറയാം, ഇന്നത്തെ ഈ ദിവസം ഈ നിമിഷം വരെ UK ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് യുകെയിലെ നമ്മുടെ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിസ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല. നേരത്തെ ഋഷി സുനക്കിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഉണ്ടായിരുന്നപ്പോൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ തന്നെയാണ് ഇപ്പോഴും അവർ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡിപെൻഡന്റ് വിസ, അതായത് കെയറായിട്ടും സീനിയർ കെയറായിട്ടും UK എത്തിയവർക്ക് മാർച്ച് 2023 ശേഷം വിസ കിട്ടിയവർക്ക്, നാട്ടിൽ നിന്ന് വിസ കിട്ടിയവർക്ക് ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അവരുടെ പാസ്പോർട്ടിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ നിയമത്തിൽ ഒരു മാറ്റവും അവർ വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ PR റിക്വയർമെന്റ്സിലും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. PR റിക്വയർമെന്റ്സ് ഇപ്പോഴും 5 ഇയർ തന്നെയാണ്. PR ഒന്ന് ഓർത്തിരിക്കുക, എല്ലാവരും ഇപ്പോൾ PR അടുത്തിട്ടുണ്ട് ഒരുപാട് പേര്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാൾക്ക് തന്നെ ഏകദേശം 3000 പൗണ്ടിന് അടുപ്പിച്ച് ചെലവ് വരും. അന്നേരം 4 പേരുള്ള ഒരു ഫാമിലിയൊക്കെ ആകുമ്പോൾ 10,000 പൗണ്ട് അടുപ്പിച്ച് നമുക്ക് PR വേണ്ടി തന്നെ വേണ്ടി വരും. അന്നേരം അത് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ വരെ പെറ്റീഷനൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ എത്രമാത്രം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല. അന്നേരം നമ്മൾ അടുത്ത PR വേണ്ടി തയ്യാറാക്കുമ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലൈഫ് ഇൻ UK ടെസ്റ്റും, ഇതുവരെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് നിങ്ങൾ വിസ ആപ്ലിക്കേഷനിൽ കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റും കാണിക്കേണ്ടി വരും. അതായത് പ്രത്യേകിച്ച് ഡിപെൻഡന്റ് ആയിട്ട് UK വന്നവർക്കൊക്കെ ഇവിടുത്തെ പെർമനന്റ് റെസിഡൻസി ലഭിക്കണമെങ്കിൽ അവർ ലൈഫിന്റെ UK ടെസ്റ്റും എഴുതണം, ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റും കാണിക്കണം. അന്നേരം അതൊന്ന് ഓർത്തിരിക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ IELTS ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലിസണിങ് സ്പീക്കിംഗ് മാത്രം മതി, അതിനകത്ത് റൈറ്റിംഗ് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും പാസ്സാവുന്ന ഒരു കാര്യം തന്നെയാണ്. അന്നേരം PR വേണ്ടി തയ്യാറെടുക്കുന്നവർ ഇപ്പോഴേ നിങ്ങൾ ലൈഫ് ഇൻ UK ടെസ്റ്റ് ഒക്കെ എഴുതിക്കൊള്ളുക. കാരണം ലൈഫ് ഇൻ UK ടെസ്റ്റ് എഴുതിയാൽ അതിന് ലൈഫ് ടൈം വാലിഡിറ്റിയാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇംഗ്ലീഷ് ടെസ്റ്റ് ഇപ്പോൾ IELTS ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് 2 വർഷത്തെ വാലിഡിറ്റിയേ ഉള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ ഡിഗ്രി കഴിഞ്ഞവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചുകൊണ്ട് തന്നെ UKയിലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഇന്നത്തെ പത്രങ്ങളിലെല്ലാം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലണ്ടനിൽ നടന്ന ഒരു വെടിവെപ്പിനെ കുറിച്ചാണ്. നമുക്ക് ഓർമ്മ കാണുമല്ലോ, 2-3 മാസം മുമ്പ് മലയാളിയായ ഒരു പെൺകുട്ടിക്ക്, 8 വയസ്സുള്ള ഒരു കുട്ടിക്ക് അന്ന് വെടിയേറ്റിരുന്നു. അന്ന് 2 ഗ്യാങ്ങുകൾ തമ്മിലുള്ള പകപോക്കലിന്റെ ഭാഗമായിട്ട് ആ 2 ഗ്യാങ്ങുകൾ തമ്മിലുള്ള കുടിപ്പക തീർക്കാനുള്ള വെടിവെപ്പിലായിരുന്നു. പക്ഷേ നിരപരാധിയായ ഒരു കുട്ടിയാണ് അന്ന് അതിന്റെ വെടിയേറ്റ് ഹോസ്പിറ്റലിൽ ആയത്. പക്ഷേ ഇപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു വെടിവെപ്പിൽ ലണ്ടനിൽ 8 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് വെടിയേറ്റിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിന്റെ ഫാദറിനും വെടിയേറ്റിട്ടുണ്ട്, 32 വയസ്സുള്ള. ഇവർ രണ്ടുപേരും ഹോസ്പിറ്റലിലാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളൊന്നും വന്നിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് 22 വയസ്സുള്ള ഒരാളെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്തിനു വേണ്ടിയാണ് അദ്ദേഹം വെടിവെച്ചതെന്നോ, ഇതൊന്നും ഇവരെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണോ വെടിവെച്ചത്, അങ്ങനെ ഒന്നും ഇതുവരെ ന്യൂസ് പുറത്തു വന്നിട്ടില്ല. അന്നേരം ലണ്ടനിലെ ജീവിതം വളരെ ദുഷ്കരമായിരിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. കാരണം അനധികൃത കുടിയേറ്റവും, അതായത് കറക്റ്റായുള്ള പേപ്പറുകളില്ലാത്ത ഒരുപാട് പേരാണ് ലണ്ടനിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ലണ്ടനിലെ പല ഏരിയകളിലും നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് മൊബൈൽ പിടിച്ചുകൊണ്ട് നടക്കാൻ പോകാനും പറ്റാത്ത സാഹചര്യമാണ്. മൊബൈൽ വരെ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ചുകൊണ്ട് പോകുന്ന രീതിയിലാണ്. സൈക്കിളൊക്കെ എവിടെ കൊണ്ട് വെച്ചാലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള മോഷണങ്ങളാണ് ലണ്ടനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കാർ അവർ ചെയിനിട്ട് ഒരു മരവുമായിട്ട് ബന്ധിപ്പിച്ച് ഇട്ടേക്കുന്ന ഒരു ഫോട്ടോയൊക്കെ കാണുകയുണ്ടായി. അതായത് അത്ര ഭീതിജനകമാണ് ലണ്ടനിലെ പല ഏരിയകളും. ഞാൻ എല്ലായിടവും എന്നല്ല പറയുന്നത്, ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ അക്രമവും അനീതിയും ഒരുപാട് നടക്കുന്നത്. പക്ഷേ എല്ലായിടവും അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ ഹണ്ടിങ്ങുകളിലാണ്, ഞങ്ങൾക്ക് ഇവിടെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. ഇനിയിപ്പോൾ നാളെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. ഇതുവരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അന്നേരം നമ്മുടെ മക്കളെയൊക്കെ ശ്രദ്ധിച്ച് വളർത്തുക, അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, അവരുടെ കൂട്ടുകാരൊക്കെയാണെന്നൊക്കെ നോക്കുക. കാരണം മദ്യവും മയക്കുമരുന്നും UK ക്രമാതീതമായിട്ട് കൂടി വരികയാണ്. നമ്മുടെ മക്കളിലേക്ക് ഒരു കൺട്രോൾ വെക്കാൻ നോക്കുക. നമുക്കറിയാം UK നിയമങ്ങളനുസരിച്ച് നമുക്ക് കൂടുതൽ അവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയില്ല എങ്കിൽ പോലും നമ്മൾ അവരെ സ്നേഹത്തോടെയൊക്കെ വളർത്താനുള്ള ശ്രമം നടത്തുക. അവർ ഇങ്ങനെ തെറ്റായ കൂട്ടുകെട്ടുകളിലൊന്നും പോകാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുക. സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള UK ഗവൺമെന്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ യുകെയിലെ ചെറുപ്പക്കാരായവർ, യുകെയിൽ ജോലി ചെയ്യാൻ കഴിവുണ്ടായിട്ടും ജോലി ചെയ്യാത്ത ഒരുപാട് പേരാണ് ഉള്ളത്. ഇനാക്റ്റീവ് പീപ്പിൾ എന്നാണ് പറയുന്നത്. അന്നേരം അങ്ങനെയുള്ളവരെ ജോലിക്ക് കൊണ്ടുവരാനുള്ള പദ്ധതികളാണ് സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കൊണ്ടുവരുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, UK ബെനിഫിറ്റ് പലപ്പോഴും ഇവിടുത്തെ ബേസിക് ജോലി ചെയ്യുന്നവർക്ക് കിട്ടുന്നതിന് സാലറിയും കാട്ടി കൂടുതലായിരിക്കും ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെയുള്ള പലരും ജോലിക്ക് പോകുന്നതിനേയും കാട്ടി ആ ബെനിഫിറ്റ് മേടിച്ച് ജീവിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. അതുപോലെ തന്നെ കുട്ടികളൊക്കെ കൊണ്ടായി കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റിന്റെ എണ്ണം കൂടും. അതോടൊപ്പം തന്നെ നമുക്ക് വീടൊക്കെ വളരെ കുറഞ്ഞ തുകയ്ക്ക് വീടൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്കിവിടെ ജോലിയില്ലെങ്കിൽ ലഭിക്കുന്നത്. അതായത് ഇവിടുത്തെ തൊഴിലില്ലാത്തവർക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത്. അവർക്ക് അവരുടെ ജീവിച്ചു പോകാനുള്ള
വകയെല്ലാം ഈസി ആയിട്ട് എല്ലാ മാസവും ഗവൺമെന്റിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരുപാട് പേര് ഈ ജോലിക്ക് പോകേണ്ട ആ ബെനിഫിറ്റ് മേടിച്ച് ജീവിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അന്നേരം യുകെ ഗവൺമെന്റ് പുതിയ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ പ്രായമായവർക്ക് അവർക്ക് ശാരീരികമായിട്ട് മറ്റു പ്രശ്നങ്ങളില്ലെങ്കിൽ അവരെ എല്ലാം നിർബന്ധിച്ച് ജോലിയിൽ കയറ്റും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജോലിക്ക് കയറാൻ താല്പര്യമില്ലാത്തവർക്കുള്ള ബെനിഫിറ്റുകൾ കട്ട് ചെയ്ത് ബെനിഫിറ്റുകൾ കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം അങ്ങനെ യുകെയിലെ ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള പീപ്പിള് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് യുകെയിൽ ജോലി ചെയ്യാൻ പറ്റുമെങ്കിലും ജോലി ചെയ്യാതെ ഇരിക്കുന്നത്. അങ്ങനെ ജോലി ചെയ്യാൻ അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് യുകെയിലേക്കുള്ള കുടിയേറ്റത്തിന് അതിന് ശക്തമായിട്ട് ബാധിക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതേപോലുള്ള ബേസിക് ജോലികൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പ്രൊഫഷണലായിട്ട് യുകെയിലേക്ക് വരുന്നവർക്കൊന്നും പ്രശ്നമില്ല. നേഴ്സായിട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയർമാരൊക്കെ ആയിട്ട് വരുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഡോക്ടറൊക്കെ ആയിട്ട് വരുന്നവർക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ ബേസിക് ജോബായ കെയറായിട്ടൊക്കെ വരുന്നവർക്ക് വലിയ ഒരു തിരിച്ചടി തന്നെ ആയിരിക്കും അത്. അതുപോലെ തന്നെ യുകെയിൽ വന്ന ഡിപ്പെൻഡൻ്റ് ആയിട്ടൊക്കെ വന്നവർ കയറാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു തിരിച്ചടി തന്നെ ആയിരിക്കും ഇത്. കാരണം ഇവിടെയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ തിരിച്ച് ജോലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പലയിടത്തും പല നേഴ്സിംഗ് ഹോമുകളും ഇവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഇവരെ ജോലിക്ക് കയറ്റാനുള്ള ശ്രമം തുടങ്ങുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജോലിക്ക് കയറിയാലും കൂടുതൽ കാലമൊന്നും ഇതിനകത്ത് പിടിച്ചു നിൽക്കുകയില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. അന്നേരം നമുക്ക് ഇവിടെയുള്ള എംപ്ലോയേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഏഷ്യൻസിനെ തന്നെയാണ്. കാരണം നമ്മൾ നമ്മുടെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഒരു കൂട്ടരാണെന്നാണ് പല മാനേജേഴ്സും പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവരെ അവർക്ക് വലിയ താല്പര്യമാണ്. ഇവിടെ പല നേഴ്സിംഗ് ഹോമുകളിലും ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികൾ തന്നെയാണ് കൂടുതലും കെയറായിട്ട് വർക്ക് ചെയ്യുന്നത്. പലരും ഇവിടെ വന്ന് MBAയും MCAയും പോലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി കോഴ്സുകളും PhD ഒക്കെ ചെയ്തവരൊക്കെ ഇവിടെ കെയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ വിഷമകരമായ കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നല്ലൊരു ജോലി കിട്ടാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെല്ലാവരും തന്നെ കെയറായിട്ട് തന്നെ ഇവിടുത്തെ മിനിമം വേജുള്ള ജോലിയാണ്. ആ ജോലിയെങ്കിലും ചെയ്ത് അവർ മുൻപോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പിന്നെ എല്ലാവരും നിങ്ങൾ വിസ ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് വിസ ചെയ്യേണ്ടതാണ്. കാരണം ഡിസംബർ കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ വിസ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. നമ്മുടെ പാസ്പോർട്ട് അതിനകത്ത് ആഡ് ചെയ്തിരിക്കണം. നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഇപ്പം തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ നിങ്ങളുടെ പാസ്പോർട്ടുകളൊക്കെ ആഡ് ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ നവംബർ 1 ശേഷം വരുന്ന വിസ ഡിസിഷനുകളിലൊന്നും തന്നെ അവർ ഇപ്പോൾ BRP കാർഡ് ഇഷ്യൂ ചെയ്യുന്നില്ല. BRP കാർഡ് ഇഷ്യൂ ചെയ്യുന്നില്ലെങ്കിൽ പോലും അവർക്ക് വരുന്ന ഇമെയിലിൽ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെ നമുക്ക് UKV അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. നമുക്കിപ്പോൾ യുകെയിൽ നിന്ന് വിസ ആപ്ലിക്കേഷൻ ചെയ്ത എല്ലാവർക്കും തന്നെ UKV അക്കൗണ്ട് ഉണ്ട്. അന്നേരം അവരുടെ പഴയ BRP വെച്ചായിരിക്കും ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ആ BRP വെച്ച് തന്നെ ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ പാസ്പോർട്ട് അതിനകത്ത് ആഡ് ചെയ്താൽ മതി. പക്ഷേ യുകെയിൽ നമ്മൾ സെൻട്രലിൽ പോയി, അതായത് വിസ ആപ്ലിക്കേഷൻ സെൻട്രലിൽ പോയി നമ്മുടെ ബയോമെട്രിക് ചെയ്തവർക്ക് ഇപ്പോൾ UKV അക്കൗണ്ട് കാണുകയില്ല. അന്നേരം അവർക്ക് UKV അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് വ്യക്തമായ നിർദ്ദേശങ്ങൾ ആ ഇമെയിലിൽ കൊടുത്തിട്ടുണ്ട്. അവർക്ക് യുണീക്ക് ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ വെച്ച്, അതായത് BRP ഇല്ലാത്തത് കൊണ്ട് യുണീക്ക് ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ വെച്ചുകൊണ്ട് അവർക്ക് UKV അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അന്നേരം അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആ വരുന്ന ഇമെയിലിൽ കൊടുത്തിട്ടുണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ UAN വെച്ചുകൊണ്ട് നിങ്ങൾ വിസ ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ പാസ്പോർട്ട് അതിനകത്ത് ആഡ് ചെയ്യുക. അങ്ങനെ പാസ്പോർട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് യൂസ് ചെയ്തുകൊണ്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് യുകെയിലെ ഇമിഗ്രേഷൻ പ്രൂവ് ചെയ്യുന്നതിനും നമുക്ക് റൈറ്റ് ടു വർക്ക് കാണിക്കുന്നതിനും വീടുകൾ റെന്റ് എടുക്കുന്നതിനും എല്ലാം നമുക്ക് വിസയുടെ പോർട്ടൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.